അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അന്വേഷണം വന്നാൽ അതിനടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കും. ഒരട്ടിമറി നടക്കില്ല. DGP ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. ADGP meeting RSS leaders has become a huge controversy, not only in Kerala, outside Kerala also. People are debating, created so many speculations. രാംമാധവിനെ കാണാൻ പോയപ്പോൾ ADGP കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവം. പിണറായി വിജയന്റെ സന്ദേശവാഹകനായി ADGP RSS നേതാവിനെ കാണാൻ പോയി. ഇതിൽ ഉത്തരം പറയാവുന്ന 3 ആളുകളാണ്. ഒന്ന്, ഉത്തരം പറയാൻ പറ്റുന്ന ഒരാള് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2, അജിത് കുമാർ പറയണം. 3, RSS പറയും. RSS ആണ് അക്കാര്യത്തിൽ പറയേണ്ടത്. എന്തിനാണ് അജിത് കുമാർ വന്നത്? നിങ്ങൾ നേരിട്ട് RSSന്റെ നേതാക്കന്മാരോട് സംസാരിക്കണം. PV അൻവർ ഉയർത്തിയ ആരോപണ കൊടുങ്കാറ്റിൽ മുന്നണിക്കുള്ളിലും പാർട്ടിയിലും സർക്കാരിലും വിള്ളൽ വീണിരിക്കുന്നു. പ്രഭാരിയെ കണ്ട EP-ക്കും RSS ജനറൽ സെക്രട്ടറിയെ കണ്ട ADGP-ക്കും 2 നീതിയോ എന്നാണ് പാർട്ടിയിലെ ചോദ്യം. കൂടിക്കാഴ്ച വിശദീകരിക്കണം എന്ന് CPI ദേശീയ തലത്തിൽ തന്നെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ദേശീയ വിവാദ വിഷയമാണെന്ന് D. രാജ. പാർട്ടിക്ക് അതൃപ്തിയെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. കൂടിക്കാഴ്ചയിൽ അപാകതയില്ലെന്നും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും സ്പീക്കർ. മൗനം തുടർന്ന് മുഖ്യമന്ത്രി. ചോദ്യം ഇതാണ്: അൻവർ ഉയർത്തിയ ആരോപണങ്ങളെയും പ്രതിപക്ഷമുയർത്തിയ ചോദ്യങ്ങളെയും അണികളുടെ ആശങ്കയെയും മൗനം കൊണ്ട് മറയ്ക്കുന്നു സർക്കാർ. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചമക്കാല, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് BG വിഷ്ണു, ഇടതു നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവർ. ആദ്യം ജ്യോതികുമാർ ചമക്കാലയിലേക്ക്. ജ്യോതികുമാർ ചമക്കാല, ഇന്ന് ഏറ്റവും ഒടുവിൽ വന്നത് സ്പീക്കറുടെ ഒരു പ്രസ്താവനയാണ്. സ്പീക്കറുടെ പ്രസ്താവന നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ADGP-യുമായുള്ള കൂടിക്കാഴ്ചയിൽ അപാകതയൊന്നുമില്ല, PV അൻവറിൻ്റേത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇതാണ് സ്പീക്കറിൻ്റെതായി വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ന്യായീകരണം. അതേസമയം CPI ഈ വിഷയം ഒരു ദേശീയ വിവാദമായി തന്നെ കാണുകയും ചെയ്യുന്നു. LDF-നുള്ളിൽ 2 തട്ടിലായിരിക്കുകയാണോ CPI-യും CPM-ഉം? ഇനി എത്ര കാലം ഈ മൗനം തുടർന്ന് പോകാൻ കഴിയും? ജ്യോതികുമാർ ചമക്കാല. അരുൺകുമാറെ, ഇവിടെ ഈ വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ADGP-യുമായി PV അൻവർ തുറന്നുവിട്ട ഭൂതം, അതിന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സംഭവഗതികൾ. ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പരസ്യമായി ഈ ADGP RSSന്റെ നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ താങ്കൾ ഷംസീറിനെ കുറിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് P. രാജീവ് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് MB രാജേഷ് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് KN ബാലഗോപാൽ ഇതിനെക്കുറിച്ച് മറുപടി പറയാത്തത്? ഇവരൊക്കെ അടുത്ത തലമുറയുടെ പ്രതിനിധികളാണല്ലോ. അവരാരും കൃത്യമായ ഒരു മറുപടി, ഈ വിഷയത്തിലൊന്നും കൃത്യമായ നിലപാട് പറയാത്തത് എന്തുകൊണ്ട്? ഇവിടെ പാർട്ടിക്കകത്ത് ഇതിന് ആഭ്യന്തര പ്രശ്നം. മുഖ്യമന്ത്രി ADGP-യെ സംരക്ഷിക്കുന്നത് നിയമവിരുദ്ധമായിട്ടും ചട്ടവിരുദ്ധവുമായിട്ടാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു, LDF-ന്റെ കൺവീനർ പറയുന്നു, CPI പരിപൂർണമായും പറയുന്നു. PV അൻവർ ഇയാൾ തുടർന്നാൽ തൻ്റെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അദ്ദേഹം പോലീസിൻ്റെ തോക്കൻ ലൈസൻസിന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേറെ പാർട്ടിക്കുള്ളിൽ, പിന്നീട് മുന്നണിയിൽ, പാർട്ടിക്കുള്ളിൽ ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് PV അൻവറിൻ്റെ വെളിപ്പെടുത്തൽ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് അതേ ADGP പറഞ്ഞിരിക്കുന്നു, ഞാൻ RSSന്റെ നേതാക്കന്മാരെ പോയി കണ്ടു എന്നുള്ള എനിക്കെതിരായിട്ടുള്ള ആരോപണം ശരിയാണ് എന്ന് ആ ADGP പറഞ്ഞിട്ട് എത്ര ദിവസമായി? എന്തേ മുഖ്യമന്ത്രി ഒരു നടപടി എടുക്കുന്നില്ല? അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നും മാറ്റി മറ്റൊരു പദവിയിലേക്ക് കൊടുക്കുന്നതിന് ഒരു ഐവാഷ് എന്ന നിലയിൽ ഒരു ചെറിയ ഒരു സ്ഥാനചലനം വരുത്തുന്നതിന് പോലും മുഖ്യമന്ത്രി അമാന്തിക്കുന്നത് എന്തുകൊണ്ട്? പക്ഷേ ഇതാണ് മുഖ്യമന്ത്രിയോടൊപ്പം പറഞ്ഞ വാക്കുണ്ടല്ലോ, മുന്നണിയില്ല. ആ ഐവാഷിന് ഒരുങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ലല്ലോ CPM. ഇടതുമുന്നണി ഐവാഷ് നടത്താറില്ല. ജ്യോതികുമാർ ചമക്കാല, കാര്യങ്ങൾ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ജ്യോതികുമാർ ചമക്കാല മുഖ്യമന്ത്രി മാറ്റും. പക്ഷേ ഇവിടെ നോക്കൂ, സ്വന്തം താല്പര്യാർത്ഥം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ സന്ദർശനം നടത്തുന്നു. DGP-ആയി പരിഗണിക്കാവുന്ന ലിസ്റ്റിൽ ബാക്കിയുള്ള 3 പേരെ ഈ പറയുന്ന ഡെപ്യൂട്ടേഷനിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചയക്കരുത് എന്നതാവാം ഒരുപക്ഷെ ഈ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടാവുക. ഇതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയർ ഒരു അഡ്വാൻസ്മെന്റിന് വേണ്ടി
RSSന്റെ നേതാവിനെ പോയി കണ്ടുവെന്ന് കണക്കാക്കിയാൽ പോലും അത് ഈ പാർട്ടിയുടെ വിഷയമല്ലെന്നേ ജ്യോതികുമാർ ചമക്കാല. ഞാൻ ചോദിക്കുന്ന പാർട്ടിയുടെ വിഷയമല്ല, അത് സർക്കാരിന്റെ വിഷയമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ എൻ്റെ തിരിച്ചുള്ള ചോദ്യം, ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നതാര്? ഈ സർക്കാരിനെ നയിക്കുന്നതാര്? ഈ സർക്കാരിനെ നിയന്ത്രിക്കാൻ നയിക്കാൻ പിണറായി വിജയനെ ചുമതലപ്പെടുത്തിയതാര്? ഇതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? CPM-ന്റെ കയ്യിലാണ്. ഇതിനെല്ലാം ഒറ്റ ഉത്തരമാണ് CPM. ആ CPM-നെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി ബോധ്യമായിരിക്കെ, CPM എന്ന പാർട്ടിക്ക് ബോധ്യമായിരിക്കെ, മുന്നണിക്ക് ബോധ്യമായിരിക്കെ, എന്തുകൊണ്ട് ഒരു നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് കർശനമായ ഒരു നിർദ്ദേശം കൊടുക്കാൻ CPM-ന് തയ്യാറാകുന്നില്ല? അഡീഷണൽ ഇന്റലിജൻസ് DGP കൊടുത്തിരിക്കുന്ന ഉത്തരം അത് തന്നെയാണ്, ഇൻഫോർമൽ പേഴ്സണൽ. അത് അദ്ദേഹം പറയുന്നു, അല്ല ഞങ്ങൾ പറയുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് കൂടിക്കാഴ്ചന്നേ. മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച. ഞാനും ചോദിക്കട്ടെ, ഇത്രയും ദിവസമായിട്ടും എന്തേ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു? മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ അദ്ദേഹം. എന്നിട്ടും ഇതിനെ സംബന്ധിച്ചൊരു വിശദീകരണം ചോദിച്ചോ? നിങ്ങൾ സ്വകാര്യ ആവശ്യത്തിനാണോ പോയത്? നിങ്ങൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ പോയത്? അല്ല, ഇവിടെ മുഖ്യമന്ത്രിയും ADGP-യും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകച്ചവടം. ആ കൂട്ടുകച്ചവടത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ണൂരിൽ നിന്നുള്ള വ്യവസായിയുണ്ട്, പിന്നെ ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരാളുണ്ട്. ഇവരൊക്കെ പോയതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രചരിക്കുന്ന കഥകൾ മാത്രമല്ലേ യഥാർത്ഥത്തിൽ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ എന്താ സംഭവിച്ചത്? 1 മണിക്കൂർ ഒരു കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ തന്റെ സുഹൃത്തായ ജയകുമാർ മുത്ത് അജിത് കുമാർ പോകുന്നു. ദത്താത്രേയ ഹൊസബളെ അവിടെ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ഒന്ന് കണ്ടേക്കാം എന്ന് പറയുന്നു. പോയി കാണുന്നു. കണ്ടു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. എന്താണ് ഇവിടുത്തെ സ്ഥിതി? കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നു. വ്യക്തിപരമായും സംഘടനയെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാവാം പേഴ്സണലായി. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും BJP-ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും RSSന് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ആരോപണമുണ്ടോ? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അങ്ങനെ ആരോപണം ഇല്ലെങ്കിൽ പുള്ളി എന്തിനാണ് പോയത്? അവിടെ പോയെന്ന് മാത്രമല്ല 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കോവളത്ത് വെച്ച് റാം മാധവിനെ കണ്ടതെന്തിന്? അതിനെ സംബന്ധിച്ച് ആയിക്കോട്ടെ റാം മാധവിനെ കണ്ടിട്ടുണ്ടല്ലോ. ഇനി എൻ്റെ ചോദ്യം, ഇതിനെ സംബന്ധിച്ച് താങ്കൾ പറയുന്നത് അതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ കെട്ടുകഥകൾ, എനിക്കും താങ്കൾക്കും കെട്ടുകഥകളോ കേട്ടുകേഴ്വികളോ ആയിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP-യെ സംബന്ധിച്ച് അദ്ദേഹം എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്? അദ്ദേഹം RSSന്റെ നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉറപ്പായും ഇതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കിട്ടും. കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനുമല്ല. അങ്ങനെ റിപ്പോർട്ട് ഞാൻ തീർത്തോട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത് പാർട്ടി ഫോറത്തിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ടോ? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി സെക്രട്ടറിയുടെ ജോലി അത് പാർട്ടിയുടെ ഉള്ളിൽ വിശദീകരിച്ചു. പാർട്ടിക്ക് ആ വിഷയത്തിലുള്ള തൃപ്തിയോ അതൃപ്തിയോ പാർട്ടി അറിയിക്കും. അത് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. എന്റെ ചോദ്യം ഇതാണ്, അതിൽ എന്ത് തെറ്റ് എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ഉദാഹരണത്തിന് പറയാം. 2006 പ്രതിപക്ഷ നേതാവ് ഗുരുജി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ ഒരു നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്? എന്ത് ലക്ഷ്യമായിരുന്നു അതിന് പിന്നിൽ? ഗുരുജി ആ പരിപാടിയിൽ പോയതുമായി ബന്ധപ്പെട്ട് തലയിൽ മുണ്ടിട്ടല്ലോ പോയത്, ആരോടും പറയാതല്ലോ പോയത്. ഇവിടെ നോക്കൂ, അന്നത്തെ ആ സംഭവത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം, ADGP, നമ്മുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ RSSന്റെ നേതാവിനെ കാണാൻ പോയത് ആരുടെ അനുമതിയോടുകൂടിയാണ്? എന്തായിരുന്നു? നിരോധിത സംഘടനയല്ലാത്ത RSSലെ നേതാവിനെ പോയി കാണാൻ ഇവിടെ ഒരു പെർമിഷനും ആവശ്യമില്ല. അരുണെ, നിയമപരമായി ഈ രാജ്യത്ത് അദ്ദേഹത്തിന് പോയി കാണുന്നതിന് നിയമപരമായി ഒരു തടസ്സവുമില്ല. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവിടെ ഞാൻ താങ്കളോട് തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇവിടെ UDF സർക്കാരാണ് അധികാരത്തിലുള്ളപ്പോൾ, UDFന്റെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു പിന്നെ ADGP, ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP-യോ DGP-യോ പോയി കണ്ടാൽ LDF-നെ സംബന്ധിച്ച് എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിജിലൻസിന്റെ കമ്മീഷണർ എവിടെയാ? BJP-ലാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആനന്ദ ബോസ് എവിടെയാ? BJP-ലാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല നേതാക്കളും, ഞാൻ പാർട്ടി നേതാക്കളുടെ അല്ല, ഉദ്യോഗസ്ഥരുടെ കാര്യം മാത്രമാണ് ഈ പറഞ്ഞത്, അവരെല്ലാം BJP-യിലേക്ക് പോയി. അവരൊക്കെ എത്ര കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടാവും? അവരാരെങ്കിലും ഇത്തരത്തിൽ പോയതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകൾ താങ്കളുടെയോ എന്റെയോ പക്കലുണ്ടോ?
അവർ സർവീസിൽ നിന്ന് പോയതിനു ശേഷം അവർ ഇഷ്ടമുള്ള പാർട്ടിയിൽ പോയിട്ടുണ്ട്. അവർ പോയത് എന്താ പ്രശ്നം? തന്നെയല്ലേ ജ്യോതികുമാർ അവർക്ക് പോകാം. ചാമക്കാല അവർക്ക് ഏറ്റവും വലിയ സർവീസ് തെളിവ്. കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. പക്ഷെ അങ്ങ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അങ്ങ് ആവർത്തിച്ചു പറയുന്നത് പോലെ അല്ല ക്രമസമാധാനം അങ്ങനെ പറഞ്ഞു പോരാ. അങ്ങനെയല്ല അരുൺകുമാറെ അല്ല അങ്ങനെ പോകാൻ വരട്ടെ അങ്ങനെ പോകാൻ വരട്ടെ. താങ്കൾ ഇതിനെ രണ്ടിനെ സമീകരിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ സർവീസിലുള്ള ഈ സംസ്ഥാനത്തെ DGPക്ക് മുകളിലുള്ള സൂപ്പർ DGP ആയിരിക്കുന്ന അതൊക്കെ താങ്കളുടെ ഭാഷയാണ്. അങ്ങനെ ഒരു സൂപ്പർ DGP ഒന്നും നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല. അങ്ങനെ കഴിയുകയുമില്ലല്ലോ എന്ന് ഞാൻ മാത്രമല്ലല്ലോ പറഞ്ഞ PV അൻവർ പറഞ്ഞിരിക്കല്ലേ. ഞാൻ പറഞ്ഞത് പോട്ടെ, PV അൻവർ പറഞ്ഞിരിക്കല്ലേ, സുനിൽകുമാർ പറഞ്ഞിരിക്കല്ലേ, ഇവിടെ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കല്ലേ. എന്നാണ് കോൺഗ്രസിനും മാധ്യമങ്ങൾക്കും ഈ മൊഹബത്ത് തുടങ്ങിയതെന്ന് ഇന്ന് സ്പീക്കർ ചോദിച്ചു. PV അൻവറിനോട് എന്നാ നിങ്ങൾക്ക് ഈ മൊഹബത്ത് തുടങ്ങിയത്? സർക്കാരിനെതിരെ രണ്ട് പറഞ്ഞാൽ അത് കോൺഗ്രസുകാർക്ക് പ്രിയപ്പെട്ട നേതാവാവും. ഷംസീറിന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണോ എന്ന് ആദ്യം MV ഗോവിന്ദൻ ഒന്ന് പറയട്ടെ. ഷംസീർ ആദ്യം ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് MV ഗോവിന്ദനെയാണ്. മനസ്സിലാക്കി കൊടുക്കേണ്ടത് TP രാമകൃഷ്ണനെയാണ്. അങ്ങയുടെ പോയിന്റ് വ്യക്തമാക്കി. എനിക്ക് ഇടത് പ്രതിനിധിയിൽ നിന്നും മറ്റതിഥികളിൽ നിന്നും പ്രതികരണം എടുത്ത് ഞാൻ അങ്ങയിലേക്ക് തന്നെ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് BG വിഷ്ണു ഉണ്ട്, ഡോക്ടർ B ജയരാജ് ഉണ്ട്, NP ചെക്കുട്ടിയുണ്ട്. ഡോക്ടർ B ജയരാജ്, ഈ കോൺഗ്രസിന്റെ കാലത്ത് ഏതെങ്കിലും നേതാക്കൾ BJPയിലേക്ക് പോയത് രഹസ്യമായി തലയിൽ മുണ്ടിട്ടല്ല, അവരവരുടെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയല്ല, നേരെ പോവുകയാണ് ചെയ്തത്. ഗുരുജി ഗോൾവാൾക്കറുടെ മുന്നിലുള്ള നിലവിളക്കിൽ പ്രതിപക്ഷ നേതാവ് കൊളുത്തുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചാണ്. പക്ഷേ ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം RSSന്റെ സംഘരാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ക്രമസമാധാനത്തിന് ചുമതല നിർവഹിക്കുന്ന ADGP ഒരു സന്ദർശനം നടത്തിയത് ഇന്ന് CPIക്ക് വലിയ വിഷയമാണ്. ആ CPIക്ക് മാത്രമാണോ ഇത് വിഷയമാകേണ്ടത്? CPMന് ഇത് വിഷയമാകേണ്ടതല്ലേ ഡോക്ടർ B ജയരാജ്? തീർച്ചയായും അരുൺകുമാർ പറഞ്ഞതിനകത്ത് പോയിന്റ് ഉണ്ട്. പക്ഷേ ഇന്ന് നടക്കുന്ന വിഷയം എന്താ? ഇന്നൊരു കോൺഗ്രസിൻ്റെ MP BJP പാളയത്തിലേക്ക് പോകാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് അത് റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന ഗണേശോത്സവത്തിൽ അതിനകത്ത് മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്ത RSSന്റെ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇനി ഏതാണ് നേതാവിന്റെ പേരൊക്കെ വെളി വരും. ആരാണെന്നുള്ള ഇന്നല്ലെങ്കിൽ നാളെ അത് വെളി വരും. ഗണേശോത്സവത്തിൽ പങ്കെടുത്തത് ഇന്ത്യ മുന്നണിയിലെ ശിവസേനയുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ്. ഡോക്ടർ B ജയരാജനെ തള്ളി പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും RSSന്റെ പരിപാടിയിൽ കോൺഗ്രസ്സുകാർ സ്ഥിരമായിട്ട് വന്നു. K കരുണാകരന്റെ കാലത്ത് തന്നെ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ K കരുണാകരന്റെ വീട്ടിൽ തന്നെ എത്രയോ സർസംഘ ചാലകന്മാർ പോയി കണ്ടിട്ടുണ്ട്. BJP ആയിട്ടുള്ള കൂട്ടുകച്ചവടം ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലല്ലോ. K കരുണാകരൻ്റെ കാലം തൊട്ടേ ഉള്ളതാണ്. അതിനുശേഷം BJP ആയിട്ട് ഏറ്റവും അധികം, അതായത് പലപ്പോഴും തമാശക്കെങ്കിലും പറയാറുണ്ട്, ഇപ്പം പിന്നെ നിക്കറല്ല പാൻറ്റാണ്, മുണ്ടെന്ന് മാറ്റിയാൽ പാൻറ്റ് കാണാൻ പറ്റും, RSSന്റെ കാക്കി നിക്കർ കാണാൻ പറ്റും എല്ലാ കോൺഗ്രസ്സുകാരൻ്റെയും ഉള്ളിൽ നിന്ന്. കൃത്യമായിട്ടത് പറയുന്നത് വെറും വാക്കല്ല. കാരണം ഞാനത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷൻ RSSകാരായിരുന്നു. താങ്കൾ സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഈ പറയുന്ന നിറം കാണാമെന്നാണ് ജ്യോതി പറഞ്ഞത്. അരളിയിലെ വീട്ടിലുണ്ട് അദ്ദേഹം. ജ്യോതി അദ്ദേഹം ചികിത്സയിലാണ്. അതുകൊണ്ട് ചികിത്സയിലിരിക്കുന്ന ഒരാളിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതിനകത്ത് അദ്ദേഹം വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവിപ്പോയതാണ്. ഇടതു മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞതാണ്. പിന്നെ ജാവേദ്കർ അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രതികരണവും ഒപ്പം അദ്ദേഹത്തിന് LDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ സാധിക്കാത്തതുമാണ് പുറത്താവാനുള്ള കാരണം. ജയരാജ്, എന്റെ ചോദ്യം വളരെ ലളിതമാണ്. ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഒരു ADGP ഈ സന്ദർശനം നടത്തിയ വിവരം മുഖ്യമന്ത്രി അറിഞ്ഞ് 16 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലേ? ഒറ്റ ചോദ്യമുള്ളൂ. അതല്ല, ഒരു പൗരൻ എന്ന നിലയിൽ RSS നിരോധിക്കപ്പെട്ട സംഘടനയൊന്നും അല്ലല്ലോ. RSS നിരോധിക്കപ്പെട്ട സംഘടനയാണോ? ഏതൊരു പൗരനും, അത് ADGPയുടെ ചുമതലയുള്ള ആളാണെങ്കിലും DGP തന്നെയാണെങ്കിലും RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുന്നത് പല പല വിഷയങ്ങളുണ്ടാവും. അതിനെയൊക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ സഹായിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമാണ്. ഇതൊന്നും വാസ്തവമല്ലെന്നറിയാം. അവരുടെ പ്രൊമോഷൻ കാര്യങ്ങൾ, അവരുടെ കേന്ദ്ര പൂളിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഉദ്യോഗസ്ഥന്മാർ പോകുന്നത്. ഉദ്യോഗസ്ഥന്മാർ അതല്ല, ഇനി പാർട്ടി സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉടനെ പറയും AKG സെൻറ്ററിൽ നിന്ന് ഭരണം നിയന്ത്രിക്കുന്നു, സെൽഫ് ഭരണമാണോ കേരളത്തിൽ നടക്കുന്നത്, ഇവിടെ ജനാധിപത്യ വ്യവസ്ഥയില്ലേ, ഇവിടെ ഗവൺമെൻറ് ഇല്ലേ എന്ന്.
അത് തന്നെയാണ് ഇന്നലെ എം വി ഗോവിന്ദനും പറഞ്ഞത്, ഗവൺമെൻറ് തീരുമാനം എടുക്കട്ടെ എന്ന്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളുടെ ഗവൺമെൻറ്റാണ്, അല്ലാതെ പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് CPM-ൻ്റെ ഗവൺമെൻറ്റായിട്ട് മാറത്തൊന്നുമില്ല. അത് കൃത്യമായിട്ട് ഒരു LDF-ൻ്റെ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് LDF സംവിധാനത്തിലാണ്. കൃത്യമായ നിർദ്ദേശങ്ങളും എന്തെങ്കിലും മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമെന്നല്ലാതെ വലിയ കൈകടത്തലൊന്നും ഗവൺമെൻറ് സംവിധാനത്തിൽ അത് നേരത്തെ ആയിരുന്നപ്പോൾ VS-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണെങ്കിലും ശരി, EK നായനാറിൻ്റെ കാലത്താണെങ്കിലും ശരി, അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ സെൽഫ് ഭരണം എന്നുള്ള ഒരു ആരോപണമായിരിക്കും ഇവരെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാതെ മറക്കാൻ വേണ്ടിയിട്ടാണ്. ഡി രാജയ്ക്കും ബിനോയ് വിശ്വത്തിനും തൃശ്ശൂരിലെ പരാജയം തന്നെയാണ് വിഷയം. തൃശ്ശൂരിലെ പരാജയപ്പെട്ടത് അവിടെ തൃശ്ശൂർ പൂരം കലക്കാനായിട്ട് ADGP ശ്രമിച്ചു എന്നുള്ളൊരു ധാരണയിലാണ് അവർക്ക് വരുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡി രാജ അങ്ങനെ ഒരു സംശയത്തിക്കുന്നത്. ഡി രാജ പറഞ്ഞില്ലല്ലോ, ഡി രാജ പാർട്ടി തലത്തിലൊരു അന്വേഷണം വേണമെന്നല്ലേ പറഞ്ഞത്. ബിനോയ് വിശ്വം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കണ്ടെത്തട്ടെ, അതിനുശേഷം ഡി രാജയെ ബോധ്യപ്പെടുത്തട്ടെ. അല്ലാതെ രണ്ട് സ്റ്റാൻഡൊന്നും LDF-നൊന്നും ഇല്ല. LDF-നെല്ലാം കൃത്യമായിട്ട് ഒരേ സ്റ്റാൻഡാണ്. എല്ലാ വർഗീയ കക്ഷികളോടും ഒരേപോലുള്ള സമീപനം തന്നെയാണ്. അത് RSS ആണെങ്കിലും SDPI ആണെങ്കിലും PFI ആണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും അതേ ഒരു സമീപനം തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും ഒരേപോലെയുള്ള സമീപനം തന്നെയാണ്. അതിനകത്ത് ഇവിടെ മറയ്ക്കാനൊന്നുമില്ല. വോട്ട് കച്ചവടത്തിനൊന്നും ഇതുവരെ PV അൻവർ തുറന്നുവിട്ട ഭൂതങ്ങളിൽ ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്നതും പ്രതിപക്ഷം ഏറ്റവും ശക്തമായി പിടിച്ചിരിക്കുന്നതും ADGP-യുടെ RSS ജനറൽ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയാണ്. അത് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളതാണ് ചോദ്യം. ലോജിക്കലായി, നിയമപരമായി, സാങ്കേതികമായി വ്യാഖ്യാനിച്ചാൽ അതിലൊരു തെറ്റുമില്ല. RSS നിരോധിക്കപ്പെട്ട സംഘടനയല്ല. RSS-ന്റെ ആസ്ഥാനത്ത് പോയി അദ്ദേഹത്തെ സ്വകാര്യമായി കാണുന്നത് തെറ്റുമല്ല. മറ്റ് ആശയവിനിമയങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ, ചട്ടലംഘനം നടന്നിട്ടില്ലെങ്കിൽ. ഇത് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നുണ്ടാവുക. ബാക്കിയെല്ലാം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളല്ലേ? ADGP വേണോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിന് ഒത്തുതീർപ്പുണ്ടാക്കാൻ പോകാൻ? ഈ ADGP വേണോ കരുവന്നൂരിലെ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ RSS-ഉമായി പോകാൻ? ഈ ADGP വേണോ SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പരിഹാരമുണ്ടാക്കാൻ പോകാൻ? ഇതൊക്കെ കേൾക്കാൻ RSS എന്നുള്ളത് ഇടനിലയ്ക്ക് നിൽക്കുന്നൊരു സംഘടനയൊന്നുമല്ലല്ലോ. അവരവരുടെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയാണ്. ആ സംഘടനയെ കൂടി നമ്മൾ അപമാനിക്കുകയില്ലേ ആ അർത്ഥത്തിൽ NP ചെക്കുട്ടി? അല്ല, ഇത് RSS-നെ കുറിച്ച് നമുക്ക് അത് ഒരു സാംസ്കാരിക സംഘടനയാണോ മറ്റെന്തെങ്കിലും സംഘടനയാണോ എന്നുള്ളതിനെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. RSS-ന് ഒരു ഹിസ്റ്ററി ഉണ്ട്, RSS-ന് ഒരു ഐഡിയോളജി ഉണ്ട്, RSS-ൻ്റെ ഒരു പൊസിഷൻ ഉണ്ട്. നമ്മളത് കണ്ടില്ല കേട്ടില്ല നടിച്ചിട്ടൊന്നും കാര്യമില്ല. RSS എന്ന് പറയുന്നത് വളരെ തീവ്രമായ ഹിന്ദുത്വ ആശയങ്ങൾ പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾക്ക് അതുമല്ല ആളുകൾക്കൊക്കെ തന്നെ വലിയ ഭീതി ഉണ്ടാക്കുന്നത്. നമ്മളത് കണ്ടില്ല എന്നടിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ തുടർച്ചയായിട്ട് ADGP-യുടെ തലത്തിലൊരാൾ പോയി കാണുന്നു. അതിനുശേഷം പിന്നെ പല സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ BJP-ക്ക് അനുകൂലമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും അത് പിന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ വളരെ ക്ലിയറായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പോലീസിനകത്ത് ചില ആളുകൾ സംഘപരിവാരത്തിന് അനുകൂലമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമം നടത്തേണ്ടതെന്നുള്ളതാണ്. നമ്മളത് പിന്നെ അത് ഒരു സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് നമുക്കത് കാണാൻ പറ്റുക. അതിന് തെളിവെന്താ വെച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ സംഘപരിവാരത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം കേരള പോലീസിനകത്തുള്ള വളരെ പ്രബലരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നുണ്ട്. അത് ഒന്നും രണ്ടു പേരൊന്നുമല്ല, അത് ഇപ്പോൾ പുതിയ സംഗതിയല്ല. പിണറായി വിജയൻ വരുന്നതിന് മുമ്പേ തന്നെ ഉണ്ട്. അത് RSS-ന് മാത്രമല്ല കേട്ടോ, മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കും അത്തരത്തിലുള്ള താല്പര്യക്കാരുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട്, അവർ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ കേരളത്തിൽ RSS-ൻ്റെ ശക്തമായ സ്വാധീനം കേരള പോലീസിലുണ്ട്. അവർ പല കാര്യങ്ങളിലും പിന്നെ തങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് കേരളത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു സംഘടിതമായ നീക്കമായിട്ട് ഇത്തവണ നടന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ADGP അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ്റെ കാര്യം പറയാനായിരിക്കും. അത് RSS ഓഫീസിൽ പോയിട്ടാണോ പറയേണ്ടത്, അല്ല മറ്റ് ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിൽ പോയിട്ടാണോ പറയേണ്ടത്, അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷേ അങ്ങനെ ഒരു സംഗതി നടന്നു കഴിഞ്ഞാൽ ആ സംഗതി പിന്നെ രഹസ്യമായിട്ട് വെക്കേണ്ടതല്ല, മുഖ്യമന്ത്രി ആലോചിക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ചെയ്യാവുന്ന ഒരു കാര്യം അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ മാറ്റാലോ. ലോ ആൻഡ് ഓർഡർ മാറ്റിയിട്ട് അദ്ദേഹത്തെ വേറെ വല്ല പിന്നെ പൊസിഷനിലേക്ക് മാറ്റണം. കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരാൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ തരത്തിൽ സ്ഥാപിത താല്പര്യങ്ങളുള്ള വളരെ തീവ്ര ഹിന്ദുത്വ ആശയങ്ങളുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ തലവനുമായിട്ട്
നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെങ്കിൽ, ഈ നിരന്തരം എന്ന വാക്ക് പ്രശ്നമാണ് ബി ജെ കുട്ടി. നിരന്തരം എന്നെങ്ങനെ പറയാൻ സാധിക്കും? അദ്ദേഹം 2023 മെയ് മാസം 22-ാം തീയതിയാണ് ഈ ദത്താത്രേയെ കാണുന്നത്. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം കോവളത്ത് വെച്ച് ഇന്ത്യ ടുഡേ കോൺക്ലേവിലെ പരസ്യമായ വേദിയിൽ വെച്ചാണ് റാം മാധവനെ കാണുന്നത്. അപ്പോൾ ഇത് പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന ഒരു ആഖ്യാനത്തിൽ നമ്മളും പെട്ടുപോവുകയാണ്. ഞാൻ അദ്ദേഹത്തിന് പിന്നെ അരുൺ, ഞാൻ അദ്ദേഹത്തിന്റെ ടൂർ ഡയറി ഒന്നും നോക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പിന്നെ RSSന്റെ ആളുകളുമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭാഷണങ്ങൾ, സമ്പർക്കങ്ങൾ വളരെ 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 തുടർച്ചയായിട്ട് നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ കണ്ടത് 10 ദിവസത്തിനിടയിൽ തന്നെ 2 തവണ അദ്ദേഹം കണ്ടു. എനിക്കറിയില്ല, അതിൻ്റെ വസ്തുതകൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ടൂർ ഡയറി നോക്കിയിട്ടുള്ള ആളല്ല. പക്ഷേ വളരെ സംശയാസ്പദമായിട്ടുള്ള ബന്ധങ്ങൾ RSS ലീഡർഷിപ്പും കേരളത്തിലെ ADGP തമ്മിലുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്, അദ്ദേഹത്തിന് അത്. പക്ഷെ അത് നോക്കാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിലെ ജീവനക്കാരനായതുകൊണ്ട്, കേരള പോലീസിലെ ഓഫീസർ ആയതുകൊണ്ട് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് അത് ഉത്തരവാദിത്വമുണ്ട്. അത് ആ കാര്യത്തിൽ അദ്ദേഹം അലംഭാവം കാണിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് അദ്ദേഹത്തെ മാറ്റാവുന്ന ഒരു തടസ്സമില്ല. മാത്രമല്ല പറഞ്ഞതുപോലെ ഈ ജനറൽ സെക്രട്ടറിയെ കണ്ടതിനു ശേഷം പാർട്ടി അദ്ദേഹത്തോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് അത് താങ്കൾ കാണാൻ പാടില്ലായിരുന്നു, താങ്കൾ ഈ സ്ഥാനത്ത് മാറ്റുന്നു എന്ന് പറഞ്ഞതൊരു പാർട്ടി പൊസിഷനാണ് അറിയിക്കുന്നത്. രാഷ്ട്രീയമായ ചലനമാണ് കേട്ടോ. കാര്യം നിയമപരമായി അദ്ദേഹം ചെയ്തതിൽ ഒരു തെറ്റുമില്ലാതിരിക്കെ രാഷ്ട്രീയമായി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അതല്ലേ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും വിമർശിക്കുന്ന സെൽ ഭരണവും നമ്മളെല്ലാവരും വിമർശിക്കുന്ന രാഷ്ട്രീയം പോലീസിങ്ങിൽ കലരുന്നു എന്ന് പറയുന്നതും അത് പാടില്ലല്ലോ. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ അതിനെ വിമർശിക്കും, മറുഭാഗത്ത് അതിനെ ന്യായീകരിക്കുകയും ചെയ്യും. അല്ല അരുൺ, അതെ, കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് ആരായിരുന്നു DGP ആയിരുന്നത്? സെൻകുമാർ. വളരെ ഇന്റഗ്രിറ്റി ഓഫീസറാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് അതെ, ലബേറയെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ പിന്നെ സെൻകുമാറിനെ കുറിച്ച് ഒരു പോലീസ് ഓഫീസർ എന്ന നിലക്ക് വളരെ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അദ്ദേഹമായി രാഷ്ട്രീയമായിട്ട് പല ഭിന്നതകളുണ്ട്, പലതരത്തിലുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പിന്നീട്. പക്ഷേ ഒരു ഓഫീസർ എന്നുള്ള നിലക്ക് നിങ്ങൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കിക്കോളൂ. വളരെ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹത്തോട് പിണറായി വിജയൻ എന്ത് പണിയാണ് ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്? ഏത് തരത്തിലാണ് അദ്ദേഹത്തെ അപമാനിച്ചിട്ടുള്ളത്? അപ്പോൾ ആ നിലയിൽ പിന്നെ എന്തായിരുന്നു എൻ്റെ കാര്യം? അദ്ദേഹത്തിന് സംഘപരിവാരത്തോട് ഒരു ആഭിമുഖ്യമുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് പിണറായി വിജയനെ അന്ന് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നയിച്ചത്. ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് RSSന്റെ ഓഫീസിൽ കെട്ടിക്കിടന്ന് നടക്കുന്ന ആളുകളാണ് ADGP, ലോ ആൻഡ് ഓർഡർ. നാണമില്ലാത്തൊരവസ്ഥയല്ലേ? അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ആ കാലത്ത് അദ്ദേഹം പിന്നെ എങ്ങനെ നടപടിയെടുത്തു? ഇന്ന് 5 വർഷം അജിത് കുമാറിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാടും. ഇതാണ് 2 തട്ടിലുള്ള നിലപാട് എന്ന് പറയുന്നത്. അതിലൊരു വസ്തുതയുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാനൊന്ന് BJP പ്രതിനിധിയിലേക്ക് കൂടി പോകുന്നു. അഡ്വക്കേറ്റ് BG വിഷ്ണു, ഈ വിഷയം ഇത്രയും സമൂഹത്തിൽ ചർച്ചയായതിനു ശേഷവും RSSനൊരു വിശദീകരണക്കുറിപ്പ് ഇറക്കാമല്ലോ. എന്തിനാണ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൂടി സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്? എന്താണ് ഇയാൾ വന്ന് സംസാരിച്ചത്? നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഡബിൾ ഏജന്റിനെ സൃഷ്ടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് അതീവ അപകടകരമാണ്. RSSന്റെ പ്രതിനിധികളൊന്നും ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ലെന്ന് മാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ ഈശ്വരന്റെ പ്രതികരണം വന്നു. ഈശ്വരന്റെ പ്രതികരണം കണ്ടിട്ടില്ല എന്ന ഒരു കള്ളം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് തുറന്നു പറയാമല്ലോ. അല്ല അരുൺകുമാർ, കേരളത്തിലെ CPMന്റെയും BJPയുടെയും മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമത്തിൽ ആങ്കർമാരെല്ലാം പലപ്പോഴും RSSന് ഉള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത് അന്ധനാനയെ കണ്ടതുപോലെയാണ്. അവർക്ക് RSS എന്താണെന്നോ RSSന്റെ പ്രവർത്തന ശൈലി എന്താണെന്നോ രീതി എന്താണെന്നോ ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ശ്രമിച്ചിട്ടുള്ളവരാരും അത് സത്യസന്ധമായി പുറത്തേക്ക് വിടാറില്ല. കാരണം എപ്പോഴും RSSനെ പ്രതിക്കൂട്ടിൽ നിർത്താനും RSSനെ ആക്ഷേപിക്കാനും ഒക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. എല്ലാ ദിവസവും രാവിലെ പത്രസമ്മേളനം നടത്തുകയോ കാര്യങ്ങൾ വിശദീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യം RSSനില്ല. RSS നേതാക്കന്മാരെയും പ്രചാരകന്മാരും ഒക്കെ നിരവധി ആൾക്കാർ പലപ്പോഴും കേരളത്തിൽ വരാറുണ്ട്. സർസംഘചാലക് വന്നപ്പോൾ ഗവർണർ പോയി കണ്ടു. ഇങ്ങനെ പ്രചാരന്മാരൊക്കെ വരുമ്പോൾ പല മേഖലയിൽപ്പെട്ട പ്രമുഖന്മാരുമായിട്ടും നേരിട്ട് അവരെല്ലാം സംവദിക്കാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ വിശദമായി ചർച്ച നടത്താറുണ്ട്. അങ്ങനെ RSS നേതാക്കന്മാർ വരുമ്പോൾ പല ഉന്നതരായ വ്യക്തികളും അവരെയൊക്കെ പോയി കാണാറുണ്ട്. അതിൽ കേരളത്തിലെ കോൺഗ്രസിന് ഇത്ര അസഹിഷ്ണുത എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഇപ്പോൾ ഇവിടുത്തെ സംസാരിക്കപ്പെടുന്ന ഈ ADGPക്കെതിരെ ഉയർന്ന അഴിമതി വിഷയങ്ങൾ, സ്വർണ്ണ പൊട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ നിരവധി മനുഷ്യനെ കൊന്ന വിഷയങ്ങൾ,
കൊട്ടേഷൻ വിഷയങ്ങളെല്ലാം മാറ്റി നിർത്തി മുഖ്യമന്ത്രി രക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. എന്തുകൊണ്ടെന്നാൽ പുനർജനി കേസിലടക്കം മുഖ്യമന്ത്രിയുടെ സഹായം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാസപ്പടി കേസിലടക്കം നിശബ്ദനായിരുന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അതിൽ വിഭിന്നമായ അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടും മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന നിലപാടെല്ലാം ഒരു വശത്ത് സമരം ചെയ്യുകയും മറുവശത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് പലപ്പോഴും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ RSS നേതാവിനെ പോയി കണ്ടു എന്ന് പറയുന്ന കാര്യം മാത്രം ചർച്ച ചെയ്യപ്പെടാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. അത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ നിലവാരമില്ലാത്ത വില കുറഞ്ഞതാണ്. RSS നേതാക്കന്മാർക്ക് ആർക്ക് വേണമെങ്കിലും പോയി കാണാം, അതിന് യാതൊരു തടസ്സവുമില്ല. അവരോട് ആർക്ക് വേണമെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാം. ആ വിഷയങ്ങളിലെല്ലാം എന്ത് തീരുമാനമെടുക്കണം, എന്ത് നിലപാടെടുക്കണം എന്നൊക്കെ RSSന്റെ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഒരുപാട് പ്രചാരകന്മാരും ഒരുപാട് IAS ഓഫീസർമാരും IPSകാരും റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ പോയി കാണാറുണ്ട്. നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരുമായിട്ടെല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവർ സമ്മതിക്കാറുണ്ട്. ഈ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നപ്പോൾ CP ജോണുമായി സർസംഘചാലകമായി നേരിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ വിവിധ തസ്തികളിൽ മീറ്റിംഗ് ആയിരുന്നു. അവിടെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നില്ല CP ജോണിന്റേത്. അഡ്വക്കേറ്റ് BG വിഷ്ണു, ഒരു നിമിഷം. അഡ്വക്കേറ്റ് BG വിഷ്ണു, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ RSS ഈ ഘട്ടത്തിലെങ്കിലും ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? എന്താണ് ദത്താത്രേയ ഹൊസബളയും ADGPയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച സംഭാഷണ വിഷയമായത്? അല്ല, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കനുസരിച്ച് പത്രസമ്മേളനം നടത്തുന്ന സംഘടനയല്ല RSS എന്നുള്ളതാണ് ആദ്യമായി അരുൺകുമാർ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് കൃത്യമായി പറയാനുണ്ട്. 3 തവണ നിരോധിക്കപ്പെട്ട സംഘടന, അതിൽ ഒരു തവണ മാറ്റി നിർത്തിയാൽ ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട 1948 നിരോധിക്കപ്പെട്ട സംഘടന, 92 ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം നിരോധിക്കപ്പെട്ട സംഘടന, അങ്ങനൊരു സംഘടനയുമായി ADGP എന്തൊരു കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ചോദിക്കുന്ന ചോദ്യം. സാങ്കേതികമായ ഒരു ചോദ്യം അതാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ താല്പര്യത്തിലാണ് പോയതെങ്കിൽ കാര്യങ്ങൾ മാത്രമേ അരുൺകുമാറെ താങ്കൾ പറയുന്നുള്ളൂ. DGPമാരുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, കേന്ദ്ര കേഡറിൽ പ്രവർത്തിക്കുന്ന വിവിധ IAS IPS IFSകാരൊക്കെ RSS നേതാക്കന്മാരെ കാണാറും സംസാരിക്കാറും ഒക്കെ ഉണ്ടെന്ന്. അതിനൊക്കെ എല്ലാ ദിവസവും പത്രക്കുറിപ്പ് ഇറക്കാൻ കഴിയുമോ? അല്ല, അതിന്റെ പരിണിത ഫലം എന്ന നിലയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ ക്രമസമാധാനത്തിന്റെ ചുമതല നിർവഹിക്കുന്നുണ്ടോ? ഇതാണ് സംശയം. അതാണ് NP ചെക്കുട്ടി ചോദിച്ചത്. അതിന്റെ പ്രതിഫലനം ഉണ്ടാവുന്നുണ്ടോ പോലീസിംഗിൽ? അങ്ങനെയാണെങ്കിൽ ഒരു സംഘവൽക്കരണം നടക്കുന്നുണ്ടോ? അതിനെ കൂടിക്കാഴ്ച സഹായിച്ചിട്ടുണ്ടോ എന്നതാണ് BG വിഷ്ണു ചോദ്യം. അല്ല, അതിനുള്ള ഉത്തരം അത്തരത്തിൽ നടത്തേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഒരുക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഞങ്ങളല്ലോ, ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ ക്യാമ്പിലേക്ക് ഒരാൾ വന്ന് നിങ്ങളുടെ നേതാവിനെ കണ്ടതിന് നിങ്ങൾ വിശദീകരണ കുറിപ്പ് ഇറക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാണ് പോയി കണ്ടതെങ്കിൽ ഒരു വിശദീകരണ കുറിപ്പിന്റെ ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങളത് ചെയ്തിട്ടില്ല. പ്രഭാരി വന്ന് കാണുന്ന സമയത്ത് EP ജയരാജനെ വെട്ടിലാക്കിയ നിങ്ങളുടെ സന്ദർശനമുണ്ടല്ലോ, ആ സന്ദർശനത്തിൽ ഇനിവരെയും വ്യക്തമായൊരു ഉത്തരം നൽകിയിട്ടില്ല പ്രകാശ് ജാവദേക്കർ. എന്തിനു കണ്ടു? എന്തിനാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ചലിപ്പിക്കുന്ന രീതിയിൽ മകന്റെ പിറന്നാളിന് പോയി അവിടെ ഒരു കുഴപ്പമുണ്ടാക്കിയത്? അതിനൊന്നും പ്രകാശ് ജാവദേക്കർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ വിശദീകരണം നൽകേണ്ടതില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അത് ക്യാമ്പിലേക്കാണ്. രാജ്യത്തെ ഒരു മുൻ കേന്ദ്രമന്ത്രിയും രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവുമാണ്. അദ്ദേഹത്തെ ആർക്ക് വേണമെങ്കിലും RSS നേതാക്കന്മാരെ കാണാൻ വരുന്ന എല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് ആരാ? BG വിഷ്ണു, മുൻ കേന്ദ്രമന്ത്രിയുടെ BJP പ്രഭാരിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? നന്ദകുമാർ. എന്താ ദല്ലാൽ നന്ദകുമാറിന്റെ ചരിത്രം? ആ ദല്ലാൽ നന്ദകുമാറിനെ കൂട്ടി വേണോ BJPയുടെ പ്രഭാരിക്ക് ഒരു നേതാവിനെ ചാക്കി പിടിക്കാൻ പോവാൻ? അഡ്വക്കേറ്റ് BG വിഷ്ണു, ഇതാണോ നിങ്ങളുടെ ഈ വിശേഷാൽ സമ്പർക്ക പ്രമുഖന്റെ അല്ലെങ്കിൽ പ്രഭാരിയുടെ രാഷ്ട്രീയ ദൗത്യം? ദല്ലാൽ നന്ദകുമാർമാരാണോ നിങ്ങളുടെ പാർട്ടിയുടെ മന്ത്രിമാരെയും മുൻ കേന്ദ്രമന്ത്രിമാരെയും CPM നേതാവിനും പോയി കാണാം, കോൺഗ്രസ് നേതാക്കന്മാർക്കും കണ്ടിട്ടുള്ളത് CPMകാരല്ല, കോൺഗ്രസ്സുകാരാണ്. അതിൽ ബഹുഭൂരിപക്ഷം പേരും ഇപ്പോൾ BJPയിലുണ്ട്. അതുകൂടി താങ്കൾ അറിയണം. ADGPയുടെ RSS ആസ്ഥാനത്തെ സന്ദർശനം, RSS ക്യാമ്പിലെ സന്ദർശനം CPMലും CPIയിലും 2 തട്ടുകളാക്കി മാറ്റിയോ? ഇടതുമുന്നണിയിൽ വിള്ളലുണ്ടാക്കിയോ? പാർട്ടിയിലും സർക്കാരിനെയും 2 തട്ടിലാക്കിയോ എന്നാണ് ചോദ്യം. മൗനം കൊണ്ട് മറയ്ക്കുന്നു എന്ന ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചമക്കാല, അഡ്വക്കേറ്റ് BG വിഷ്ണു BJP പ്രതിനിധി, അഡ്വക്കേറ്റ് ഡോക്ടർ B ജയരാജ് ഇടത് നിരീക്ഷകൻ, NP ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം.
ജ്യോതികുമാർ ചമക്കാല, ഇന്ന് സ്പീക്കറുടെ പരാമർശത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സ്പീക്കർ ഇതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ്. താങ്കൾക്ക് ഇടതുപക്ഷ പ്രതിനിധിയോട് പ്രതികരിക്കാം. അതിനോടൊപ്പം അദ്ദേഹം പറയുന്നത് അതിൽ ഒരു ഗൗരവമേറിയ സംഭവമേ ഇല്ല. ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് RSS എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. 2, അത്തരമൊരു കൂടിക്കാഴ്ചയിൽ വലിയ ഗൗരവമേറിയ വിഷയമൊന്നുമില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത്, PV അൻവർ ഉന്നയിച്ചിരിക്കുന്നതെല്ലാം അഭ്യൂഹങ്ങളാണ്, ഊഹാപോഹങ്ങളാണ് എന്നാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തിന് കവചം തീർക്കുകയാണോ സ്പീക്കർ? ഒരു ഭാഗത്ത് പാർട്ടി സെക്രട്ടറിക്ക് അതൃപ്തി. എന്താണ് മനസ്സിലാക്കേണ്ടത് ജ്യോതികുമാർ ചമക്കാല? അരുൺകുമാറെ, ഈ സ്പീക്കറുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് മറുപടിയായിട്ട് എനിക്ക് ഒറ്റ വാചകമേ, താങ്കളുടെ ആർച്ചീവ്സിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ PCR പറഞ്ഞിട്ടൊന്ന് എടുക്കണം. ഗവർണർ മോഹൻ ഭാഗവതിനെ, RSSന്റെ ചീഫ് മോഹൻ ഭാഗവതിനെ തൃശ്ശൂരിലെ ഒരു വീട്ടിൽ പോയി കണ്ടപ്പോൾ ശ്രീ AK ബാലൻ ഈ ഗവർണർക്ക് എതിരായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള മറുപടി അതിലുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗവർണറുടെ പദവിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പോയിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള ആ ഒരു ഭാഗം ഇപ്പോൾ താങ്കളൊന്ന് PCR പറഞ്ഞിട്ട് ഒന്ന് പ്ലേ ചെയ്യാൻ പറയണം. അതിലുണ്ട് സ്പീക്കർക്കെതിരായിട്ടുള്ള, സ്പീക്കർ ഇന്ന് പറഞ്ഞിട്ടുള്ള മറുപടി AK ബാലൻ കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പബ്ലിക്കിന് മനസ്സിലാവും. ഒന്ന്. രണ്ടാമത്തേത്, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ, ഞാനതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം AK ബാലൻ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കില്ലല്ലോ, കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണല്ലോ. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത് സുഖമില്ലാത്തതുകൊണ്ടാണ് EP ജയരാജൻ വീട്ടിൽ വിശ്രമിക്കുന്നതെന്നാണ്. അദ്ദേഹം എന്തിനാണ് ഇവിടുന്ന് പണങ്ങിപ്പോയതെന്നും അദ്ദേഹത്തിന് എന്തിനാണ് പുറത്താക്കിയതെന്നും അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നാട് വിട്ടു പോയതെന്നും ഒക്കെ നമുക്കറിയാം. തിരുവനന്തപുരം വിട്ടു പോയതെന്നും ഒക്കെ നമുക്കറിയാം. അങ്ങനെ പോയിട്ടും അവിടെയാണ് നമുക്ക് പ്രസക്തമാകുന്നത്. അവിടെ EP ജയരാജന് ഒരു നീതി, ഇവിടെ എന്താ പറയുന്നത് MR അജിത് കുമാറിന് മറ്റൊരു നീതി. അരുൺകുമാറെ, മറ്റൊരു കാര്യം ഓർക്കുന്നുണ്ടോ താങ്കൾ? പണ്ട് UDFന്റെ മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ ശ്രീ നരേന്ദ്രമോദിയെ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിൽ, പരസ്യമായിട്ടാണേ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്ത് സമരം ചെയ്ത പ്രസ്ഥാനത്തിൻ്റെ പേരാണ് CPM. സംസ്ഥാനത്ത് സമരം ചെയ്ത പാർട്ടിയുടെ പേരാണ് CPM. നിഷേധിക്കാൻ കഴിയും അരുൺകുമാർ? അരുൺകുമാർ അന്ന് മാധ്യമരംഗത്തുണ്ടല്ലോ. ഇനി മോഡിയെ കണ്ടതിൽ എൻ്റെ സർക്കാർ വേറെ പാർട്ടി വേറെ എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയുന്നത്. സർക്കാർ വേറെ പാർട്ടി വേറെ എന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ നയപരമായ പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിട്ടുള്ളത് LDF അല്ലേ? LDF മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലല്ലേ വോട്ട് മേടിച്ചിട്ടുള്ളത്? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അധികാരത്തിൽ വന്നിട്ടുള്ളത്? അപ്പോൾ LDF പറയുന്നതനുസരിച്ചല്ലേ ഭരണം ഉണ്ടാകേണ്ടത്? അങ്ങനെയാണല്ലോ എല്ലാ മുന്നണിയിലും LDF ആയാലും UDF ആയാലും ഉണ്ടാകുക. അതൊക്കെ എന്തിനാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? അപ്പോൾ ആ രീതിയിൽ നടക്കേണ്ട ഒരു ഭരണം, ആ ഭരണത്തിൽ പാർട്ടി വേറെ മുന്നണി വേറെ അല്ലെങ്കിൽ ഭരണം വേറെ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ആശാസ്യമാണ്, അഥവാ എത്രത്തോളം ജനങ്ങൾക്ക് ദഹിക്കുന്നതാണ് എന്ന കാര്യം ജയരാജൻ എന്നെ തീരുമാനിച്ചോട്ടെ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ തീരുമാനിച്ചോട്ടെ. പിന്നെ അദ്ദേഹം പറയുന്നത് ഡോക്ടർ B ജയരാജ്, ജ്യോതികുമാറിന് മറുപടി. 2 തട്ടിലായിരിക്കുകയല്ലേ പാർട്ടിയും സർക്കാരും? ഗവർണർക്കൊരു നീതി, ADGPക്ക് ഒരു നീതി, EP-ക്ക് ഒരു നീതി, ADGPക്ക് ഒരു നീതി. ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷം. ഒളിക്കാനില്ലെങ്കിൽ പിന്നെ തുറന്നു പറഞ്ഞൂടെ, നടപടി എടുത്തൂടെ? ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോരോ വ്യത്യസ്ത സംഭവങ്ങളാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ ഗൗരവം മാറും. ഇപ്പോൾ ഷംസീർ ഇന്ന് പറഞ്ഞത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളത് മൊത്തത്തിൽ കൃത്യമായിട്ട് അറിയത്തില്ല. ഷംസീർ മുമ്പ് ഒരു വിവാദത്തിൽ വീണത് ഗണപതി വിത്താണെന്ന് പറഞ്ഞത് ഒരു വിവാദത്തിന് അന്ന് എല്ലാവരും ഷംസീറിന് നേരെ മൈക്കിട്ട് കയറിയതാണ്. സ്പീക്കറിന് അങ്ങനെ പറയാൻ കൊള്ളാമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്പീക്കറാണ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യേണ്ടുന്ന ഒരാളാണ്. ഒരു പാർട്ടി നേതാവ് എന്നുള്ള രീതിയിലായിരിക്കത്തില്ല, ഒരു പക്ഷേ സ്പീക്കർ എന്നുള്ള രീതിയിലായിരിക്കും ഷംസീറിന് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. സ്പീക്കർ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതിപക്ഷത്തിനെയും അതുപോലെ തന്നെ ഭരണപക്ഷത്തിനെയും എല്ലാവരെയും ബഹുമാനിച്ച് മാത്രമേ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് RSS ഒരു വലിയ സംഘടനയാണ്. RSS കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘടന തന്നെയാണ്. അതാർക്കും കണ്ണടച്ച് ഇരുട്ടാക്കാനൊന്നും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ RSSന് ശാഖയുള്ളത് കേരളത്തിലാണ്. അതൊരു വാസ്തവം തന്നെയാണ്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. അതുപോലെ തന്നെ RSS പോലെ തന്നെയാണ് RSSനെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെയും CPIയും കാണുന്നത്. ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവും, ഒന്ന് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിൽ ഒന്ന് ന്യൂനപക്ഷ വർഗീയത. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത നല്ലതെന്നും ഭൂരിപക്ഷ വർഗീയത മോശമെന്നും അല്ലെങ്കിൽ ന്യൂനപക്ഷം അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. വർഗീയത ഭൂരിപക്ഷമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ഒരേ കണ്ണുകൊണ്ട് തന്നെയാണ് സെക്യുലർ ആയിട്ടുള്ള, അങ്ങേയറ്റം സെക്യുലർ ആയിട്ടുള്ള സമീപനമാണ് CPM എല്ലാ കാലത്തും. അതിനകത്ത് ഒരു യൂണിഫോം സിവിൽ കോഡാണെങ്കിലും ഈ വിഷയങ്ങളിലെല്ലാം വലിയ ആവേശത്തോടു കൂടി തിരഞ്ഞെടുപ്പ് കാലത്ത് ഇറങ്ങിപ്പുറപ്പെട്ട CPMലെ ആ സർക്കാരിൻ്റെ ADGP RSSന്റെ നേതാക്കളുമായി കൂടിയാലോചന നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങളെ വിശ്വസിച്ചിരുന്നൊരു ന്യൂനപക്ഷ വിഭാഗമുണ്ട്. അവരിവിടെ അരക്ഷിതരാണ്. RSSുമായുള്ള ഏത് കൂടിയാലോചനയും
ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വലിയ ഭയമുണ്ടാക്കുന്നു എന്നത് വാസ്തവമല്ലേ? നേരത്തെ സ്പീക്കർ 2024 പത്തനംതിട്ടയിൽ നടത്തിയ പ്രസംഗം ഞാൻ 7 മണിയുടെ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് കാണിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറയുന്നത് എന്താ, RSS ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ന്യൂനപക്ഷം ഭയപ്പാടിലാണ് എന്നാണ്. അപ്പോൾ RSSന്റെ കേന്ദ്രത്തിൽ, RSSന്റെ ക്യാമ്പിൽ പോയി ADGP കണ്ടാൽ ആ ADGP ക്രമസമാധാനം നിർവഹിക്കുന്ന സംസ്ഥാനത്തെ ന്യൂനപക്ഷവും സ്വാഭാവികമായി ഭയപ്പെട്ടു പോവില്ലേ ഡോക്ടർ ബി ജയരാജ്? തീർച്ചയായും ഭയപ്പാടുകളുണ്ടാവും. കാര്യം കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ മുഴുവൻ ന്യൂനപക്ഷങ്ങളും ഭയപ്പാടിലാണ്. കാരണം ഒരു ഭൂരിപക്ഷ വർഗീയ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട്, തീർച്ചയായിട്ടും NDA മുന്നണി ഭരിക്കുന്നതുകൊണ്ട് തന്നെ ന്യൂനപക്ഷക്കാർ വളരെയധികം ഭയപ്പാടിലാണ്. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, അത് പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ, മറ്റ് പല നിയമങ്ങളായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും അത് മതരാഷ്ട്രവാദമായിക്കോട്ടെ, ഇതിനൊക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ, ഒരു ഇഞ്ച് പോലും, ഒരു കഴഞ്ച് പോലും വെള്ളം ചേർക്കാതെയുള്ള സമീപനം തന്നെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ CPM എടുത്തിട്ടുള്ളത്. അതിനകത്തൊന്നും ഇതില്ല. അത് പറഞ്ഞതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊന്നും ആരും വ്യാഖ്യാനം രചിക്കാൻ വരണ്ട. ആ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത ഒരേപോലെ തള്ളിക്കളയാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ആർക്കും ഒരു സംശയം വേണ്ട. നിലപാടിനോടൊപ്പമാണോ അതല്ല ഷംസീറിന്റെ നിലപാടിനോടൊപ്പമാണോ മുഖ്യമന്ത്രിയുടെ നിലപാടിനോടൊപ്പമാണോ? നാല് നിലപാടാണെന്നേ. CPIക്ക് കാര്യങ്ങൾ വ്യക്തമാവണം. CPMന് പാർട്ടിക്ക് അതൃപ്തി. ഷംസീറിനെ സംബന്ധിച്ച് അസാധാരണമായ ഒന്നുമില്ല, അത് കാര്യമാക്കേണ്ടതില്ല. മുഖ്യമന്ത്രിക്ക് മൗനം. താങ്കൾ ഇതിൽ ഏത് ഭാഗത്താണ്? ഇടത് മുന്നണിയാ, 4 നിലപാടാ. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു കമ്മ്യൂണിക്കേ, അതായത് ഇതൊരു അട്ടർ കൺഫ്യൂഷൻ ആയിട്ടുള്ള സ്റ്റേജാണ്. ആ സ്റ്റേജിൽ എന്തായാലും ഒരു കമ്മ്യൂണിക്കേ ഉണ്ടാവും. പാർട്ടിയുടെ തന്നെ ഒരു വിശദീകരണക്കുറിപ്പ്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണക്കുറിപ്പ്, ഈ മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വിശദീകരണക്കുറിപ്പ് ഉടനെ തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ വരും. അതിനകത്ത് അണുവിടയില്ലാതെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയ വിസിറ്റാണ് എന്നുള്ളത് ഇടതു നിരീക്ഷകൻ തന്നെ സമ്മതിക്കുന്നു. ഈ ആശയക്കുഴപ്പമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നം, അതല്ലേ NP ചെക്കുട്ടി? കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും ഏറ്റവും മോശമായി പെർഫോം ചെയ്ത വകുപ്പ് ആഭ്യന്തര വകുപ്പാണെന്ന് ഇടതുപക്ഷം തന്നെ സമ്മതിക്കുന്നുണ്ട്, അണികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവിടെ ഒരു വലിയ തരത്തിലുള്ള ഒരു പോലീസിംഗ് സംവിധാനം, മനുഷ്യാവകാശങ്ങളെ ലംഘിച്ച് എങ്ങനെയാണ് പെരുമാറിയതെന്നറിയാം. UAPA കേസ്, അലൻ താഹയുടെ കേസ്, കസ്റ്റഡി മരണത്തിൻ്റെ കേസ്, കരുളായി ഏറ്റുമുട്ടൽ കൊലയുടെ കേസ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓരോരോ കേസുകളിൽ, ശബരിമലയിൽ എങ്ങനെയാണ് വത്സൻ തില്ലങ്കരിക്ക് മൈക്ക് കിട്ടിയത്, ഇങ്ങനെ സംഘപരിവാറിൻ്റെ ലക്ഷണമുള്ളൊരു പോലീസിംഗ് ആയി നമ്മുടെ പോലീസ് സേനയെ മാറ്റാൻ പല കാലഘട്ടങ്ങളിൽ ശ്രമിച്ചു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിഷ്ക്രിയത്വമോ അതല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിന്റെ മൗനസമ്മതമോ അതിന് കാരണമായിട്ടുണ്ടെന്നൊരു വ്യാഖ്യാനത്തിലേക്ക് പോകത്തക്ക രീതിയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലേ NP ചെക്കുട്ടി? അതെ, തീർച്ചയായും 2016 മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു സമീപനമല്ല ഇപ്പോൾ 2024 മുഖ്യമന്ത്രി എടുക്കുന്നത്. അത് വളരെ ഗൗരവമുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തുന്നത്. അന്ന് വളരെ അസർട്ടീവായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പൊസിഷൻ എടുത്തിരുന്ന മുഖ്യമന്ത്രി, വളരെ ശക്തമായ നിലപാടുകൾ എടുത്തിരുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത് കണ്ണൂർ ജില്ലയിൽ 40 വർഷമായിട്ട് നിലനിന്ന വർഗീയ സംഘർഷങ്ങൾ, CPM ഒരു ഭാഗത്തും RSS മറുഭാഗത്തുമായിട്ടുണ്ടായിരുന്ന അതിരൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങൾ, അദ്ദേഹം പരസ്യമായിട്ടുള്ള ചർച്ചകളിലൂടെ തന്നെയാണ് അത് അവസാനിപ്പിച്ചത്. അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ചരിത്രപരമായ നേട്ടമാണ്. പക്ഷേ അതൊരു തുറന്ന ചർച്ചയായിരുന്നു. അത് പൊതുസമൂഹത്തിന് മുമ്പിലാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2024 ആകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ആ സമീപനങ്ങളിൽ മാറ്റം പൊതുസമൂഹ പ്രശ്നങ്ങൾ കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ചില ദുർബലതകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങൾ കൊണ്ടാണ് എന്നാണ് സമൂഹം മനസ്സിലാക്കുന്നത്. അത് ഒരു റിയാലിറ്റിയാണ്. പലതരം കേസുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച ആരോപണങ്ങളുണ്ട്. അതൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിൽ വരുന്നതാണ്, ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പല ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന ഒരു തോന്നലാണ് ഉള്ളത്. അത് യഥാർത്ഥത്തിൽ കേരളം പോലെ സ്ഥലത്ത് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ കേന്ദ്രീകരണം LDFന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോടുള്ള ഏറ്റവും ശക്തമായിട്ട് റെസിസ്റ്റൻസ്, അവരുടെ വർഗീയ നിലപാടിനെതിരായിട്ട് ഏറ്റവും ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നത് CPMഉം LDFും ആണെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ ഇന്നിപ്പം ഇല്ലാതായി കണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. ന്യൂനപക്ഷങ്ങൾ പലരും മനസ്സിലാക്കുന്നത് CPMഉം CPMന്റെ സർക്കാരും പോലീസ് സംവിധാനവും കൂടുതലായിട്ട് RSSന്റെ നിയന്ത്രണത്തിലേക്ക് പോകുന്നു. അതിന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പല കാരണങ്ങൾ, അദ്ദേഹം ദുർബലനായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദുർബലനായ മുഖ്യമന്ത്രി എന്ന നിലയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം
മറ്റ് പല ശക്തികളിലേക്ക് പോകുന്നുണ്ട്. ഇത് ആപത്താണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൺഫ്യൂഷൻ മാത്രമല്ല, CPM-ന്റെ രാഷ്ട്രീയ അടിത്തറയിൽ വലിയ തോതിലുള്ള ഒരു ശോഷണം വരുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇതുണ്ടാക്കാൻ പോകുന്ന ആപത്ത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് അവർക്ക് എളുപ്പത്തിൽ അത് മാറാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാടുകളിലേക്ക് അവർ പോകുന്നില്ലെങ്കിൽ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുജന വിശ്വാസം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിശ്വാസം തിരിച്ചു പിടിക്കാൻ അവർ കഴിയുന്നില്ല. അവർ വലിയ രാഷ്ട്രീയമായ പ്രതിസന്ധിയിലേക്ക് നേരത്തെ ഇടതു നിരീക്ഷകൻ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനത്ത് നിർഭയം ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊരു തോന്നൽ സൃഷ്ടിച്ച പാർട്ടിയും സർക്കാരും ആ സർക്കാരിന്റെ ഭാഗമായ ADGP RSS നേതാവിനെ കാണുന്നു. അതാണ് ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് എന്നാണ് BG വിഷ്ണു. അല്ല, RSS നേതാക്കളെ കണ്ടാൽ സംസ്ഥാനത്ത് ആശയക്കുഴപ്പം ഉണ്ടാകും, ന്യൂനപക്ഷങ്ങൾ ഭയമുണ്ടാകും എന്നൊക്കെ നിങ്ങൾ പറയുന്നത് അടിസ്ഥാനരഹിതം തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം RSS ഉണ്ടല്ലോ. ചില ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഒഴിച്ചാൽ RSS എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമായും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് RSSന് ഇവിടെ ആരും ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങളും ഭയക്കേണ്ട, ഭൂരിപക്ഷവും ഭയക്കേണ്ട, ന്യൂനപക്ഷവും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ എന്താണ് പ്രശ്നം? ഇവിടെ പ്രശ്നം കോൺഗ്രസിനാണ്. കാരണം കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഉടുപ്പിട്ടിരിക്കുന്ന ആളാണ് VD സതീശൻ. VD സതീശന്റെ പാർട്ടി കഴിഞ്ഞ 2 പ്രാവശ്യമായി കേരളത്തിൽ തോറ്റുപോകുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുസ്ലിം ന്യൂനപക്ഷം ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുകയും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ വോട്ടുകൾ തിരിച്ചു പിടിക്കേണ്ട ആവശ്യം ഇപ്പോൾ VD സതീശനാണ്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനും ഇവിടെ എന്തോ ഭീകരമായ കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസിന് ഈ വോട്ടുകൾ തിരിച്ചു വരണം. പാർലമെന്റിൽ കിട്ടിയതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ അവർക്ക് നിയമസഭയിലേക്ക് എത്താൻ കഴിയൂ. അത് നടക്കില്ല എന്നുള്ള മോഹം അവർക്ക് വ്യക്തമായത് കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ വർഗീയമായ ചെയ്തുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് CPM-ന്റെ പക്ഷത്തുമുണ്ട്, അത് BJP പക്ഷത്തുമുണ്ട്. നിങ്ങളിൽ നിന്ന് സംസ്ഥാനത്ത് നിന്ന് അകന്നുപോയ ന്യൂനപക്ഷ വോട്ടുകൾ ADGP-യുടെ സന്ദർശനത്തെ നിങ്ങൾ വലിയ ചർച്ചയാക്കി മാറ്റുന്നു. നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണോ, കൗശലമാണോ ഇത്? മനസ്സിലായി, സമയം എനിക്ക് തന്നാൽ മതി. ചോദ്യം എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ റൗണ്ടിൽ തന്നെ എനിക്ക് BJP-യുടെ പ്രതി പറഞ്ഞതിന് മറുപടി പറയാനുള്ള അവസരം താങ്കൾ തന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. നോക്കൂ, ഇവിടെ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞതാണ് ഈ ചർച്ചയിൽ പോലും BJP-യുടെ പ്രതി ഒരു ഘട്ടത്തിൽ ഒരു 10-15 ഒരു ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിനെയോ CPM-നെയോ എതിർക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോഴും മുതൽ കോൺഗ്രസിനെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, അദ്ദേഹം പറഞ്ഞ എന്താണ്? RSS പത്രസമ്മേളനം നടത്തുന്ന പതിവില്ല. ഇവിടെ റാം മാധവനോട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ചോദിച്ചു ഒരു ഇഷ്യൂ ഉണ്ടായാലെങ്കിലും അതിൻ്റെ നിജസ്ഥിതി പറയണ്ടേ? RSS ആയാലും ഏത് സംഘടനയായാലും എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെ പിന്നെ ഈശ്വർ എന്ന് പറയുന്ന അവരുടെ പ്രാന്തപ്രചാരക് എന്തിനാ കള്ളം പറഞ്ഞത്? എന്തുകൊണ്ടാണ് താങ്കൾ ചോദിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് EP ജയരാജനെ വീട്ടിൽ പോയി കണ്ടിട്ടും അതിനെ സംബന്ധിച്ച് ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാത്തത്? അപ്പോൾ നിർണായക സമയത്തിലെങ്കിലും നിങ്ങളുടെ ഡിഗ്നിറ്റി, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കുന്ന രീതിയിൽ നിങ്ങൾ മറുപടി പറയണ്ടേ? എന്തുകൊണ്ടാണ് നിങ്ങൾ തയ്യാറാകാത്തത്? അതുകൊണ്ട് ഞങ്ങൾ ആരോടും പറയത്തില്ല എന്ന് പറഞ്ഞാണോ ശരി? പറയേണ്ടത് പറയണമെന്നേ, പറയേണ്ടി വന്നാൽ പറയുക തന്നെയാണ്. നിങ്ങൾ പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞില്ല, വ്യക്തത വരുത്തണം. ഒന്നേ. രണ്ടാമത്തെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് VD സതീശൻ കൂടുതൽ ശ്രമിക്കുന്നത് എന്നാണ് ഒരു കാരണവശാലും പറ്റില്ല. ഞാൻ പറയട്ടെ. അപ്പോ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ പിന്നെ VD സതീശൻ പിന്നെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ PV അൻവർ എന്താ ഇവർ PV അൻവറെ കുറിച്ചും ഉണ്ടാത്തത്? PV അൻവർ തൊടുത്തുവിട്ട ഭൂതം, ആ വിവാദം, ഒരു ഇടതുപക്ഷ MLA തന്നെ, ഭരണകക്ഷി MLA തന്നെ വിവാദപരമായ സ്റ്റേറ്റ്മെന്റ്സ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഗൗരവമുള്ള വിഷയങ്ങൾ നമ്മൾ എത്രയോ ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും പിന്നെ ഐക്യജനാധിപത്യ മുന്നണി എടുത്തുള്ള സമരപരിപാടികൾ, പോഷക സംഘടനകളുടെ അടുത്തുള്ള സമരപരിപാടികൾ, നിങ്ങളുടെ യൂത്ത് മാർച്ചിന്റെ തന്നെ നിങ്ങൾ യുവമോർച്ച പോലും ഇന്നാണ് ഇറങ്ങിയത്. അബിൻ വർക്കിൽ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തെരുവീതികളില്ല. എത്ര ദിവസമായിട്ടാണെന്നറിയോ ഈ വിഷയം വന്ന അന്ന് മുതൽ? ഞങ്ങൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനല്ല, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്. നാളെയുമുണ്ട് മണ്ഡലാടിസ്ഥാനത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും. ഞങ്ങൾ ഓരോ ദിവസവും ഓരോ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. അവിടെയാണ് BJP എന്നിട്ട് വന്നിരുന്നു. ഞാൻ പറയട്ടെ, ഇവിടെ ഘോരഘോരം ചുമ്മാ എഴുതേ, ചുമ്മാ കോളേജെല്ലാം പഠിപ്പിക്കാൻ നോക്ക്. ഇവിടെ പറയുന്നത് കേൾക്ക്. ഇവിടെ കൃത്യമായി അപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒന്ന്.
രണ്ടാമത്തേത് ഇപ്പൊ പറയുന്ന കാര്യം ഇപ്പൊ എന്താ പറയുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വരാൻ ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ല. എന്തായാലും നിങ്ങൾ വരും നിങ്ങൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ തിരിച്ച് അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ അരുൺകുമാർ പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. എന്താണ്? ഒന്ന്, ബാബറി മസ്ജിദ് തകർന്ന കാലം മുതൽ അന്ന് മുതൽ ഇവിടെ എന്താ RSS എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് വന്നോളാം. ഏതാ CPM പറഞ്ഞുകൊണ്ടിരുന്നതാ, RSSനെ എതിർക്കണമെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കണം. ന്യൂനപക്ഷത്തെ വിരട്ടി ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയിരുന്നു. അതൊരു പൊയ്മുഖമായിരുന്നു എന്ന് ഈ കഴിഞ്ഞ കാല സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തെളിയിച്ചുകൊണ്ടിരിക്കുക. ആ പൊയ്മുഖം പൊളിഞ്ഞു വീണ്ടിരിക്കുന്നു. ഒരു തർക്കവും വേണ്ട. BJP-കാരാ, CPM പറയും, പക്ഷേ BJP-കാരും കുറിച്ചു വെച്ചോളൂ, ഞങ്ങൾ അധികാരത്തിൽ വരും. ന്യൂനപക്ഷത്തെ ഇത്രയും നാളം CPM-ഉം ഇടതുപക്ഷവും കബളിപ്പിച്ചതിന് അവർ മറുപടി പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല, പക്ഷേ BJP-ക്കും ജയരാജനും മറുപടി പറയാനുണ്ടാവും. ഇടവേളയ്ക്ക് ശേഷം മറയ്ക്കാനാകുമെന്നാണ് ചോദ്യം. പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നുവെന്നാണ് ജ്യോതികുമാർ ചമക്കാല പറയുന്നത്. അഡ്വക്കേറ്റ് BG വിഷ്ണു, ജ്യോതികുമാർ ചമക്കാല, ഡോക്ടർ B ജയരാജ്, NP ചെക്കുട്ടി എന്നിവർ എല്ലാ അതിഥികൾക്കും ഓരോ മിനിറ്റ് വീതം സമയമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഡോക്ടർ B ജയരാജ്, പൊയ്മുഖ്യങ്ങൾ അഴിഞ്ഞു വീഴുമോ? ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് ഒരു ഭാഗത്ത് ADGP ഉപയോഗിച്ചുകൊണ്ട് RSS ബന്ധവും മറുഭാഗത്ത് ന്യൂനപക്ഷ പ്രീണനവും, പൊയ്മുഖങ്ങൾ പൊഴിഞ്ഞു വീഴുകയാണോ ഡോക്ടർ B ജയരാജ്? അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്ന കാര്യമൊന്നും കേരളത്തിൽ LDF ഇല്ല. അതൊരു പക്ഷേ UDF-ന് വേണമായിരിക്കും. പിന്നെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കോളേജിൽ പഠിപ്പിക്കണോ ചർച്ചയെ വന്നിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുക. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി B.Ed കോളേജ് നോക്കിയിരിക്കാൻ പറയാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ ആ ഭാഷ എൻ്റെ രീതിയല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ വേറെ എന്തൊക്കെ നോട്ടെണ്ണണോ, വേറെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതെൻ്റെ സാമാന്യ മര്യാദ. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പ്രത്യേകത, ആ സ്കൂളിൽ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്, അതിന് മറുപടി പറയാത്തത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് കണക്കല്ല LDF സർക്കാരിന് ഒന്നിനെയും മറയ്ക്കാനൊന്നുമില്ല. ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സർക്കാരാണ്. വിത്തിൻ ഡേയ്സ് ഒരു 48 hours വെച്ചിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വരും. മുഖ്യമന്ത്രി തന്നെ സംസാരിക്കും, അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം വെളി വരും. ഇതിനകത്ത് ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനൊന്നുമില്ല. ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിശദീകരണം ചോദിക്കും. ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ആഗ്രഹമുള്ള കുറ്റമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ ചെയ്യും. PV ഉയർത്തിവിട്ട ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കും. ജ്യോതികുമാർ ചാമക്കാല ചോദിച്ചല്ലോ, റാം മാധവനോടക്കം ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണം ആവശ്യമില്ലേ ഇപ്പോഴും? അതാണ് ചോദിക്കുന്ന ചോദ്യം. എന്തിനാ എല്ലാം രഹസ്യമാക്കി വയ്ക്കുന്നത്? നിങ്ങളുടേത് രഹസ്യ സംഘമല്ലല്ലോ, അതൊരു രാഷ്ട്രീയ സ്വയം സേവക് സംഘമല്ലേ? വിശദീകരിച്ചോളൂ. ഇതല്ലേ ഒരു ഉദ്യോഗസ്ഥർ വന്ന് കണ്ടതിൽ ഇത്ര പുകില്? RSS-നൊരു വിശദീകരണക്കുറിപ്പ് ഇറക്കാവുന്നതല്ലേ ഉള്ളൂ, എന്തുകൊണ്ട് വരുന്നില്ല? അല്ല, ഞങ്ങളെ RSS നേതാക്കന്മാരെയും BJP നേതാക്കന്മാരെയൊക്കെ വന്നു കാണുന്ന നേതാക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കാറില്ല. പ്രഖ്യാപിച്ചാൽ ആദ്യം തലയിൽ ചെമ്പരത്തി പോയിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ MLA-മാരിലും MP-മാരിലും ഒക്കെ 10-15% പേരെല്ലാം പഴയ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ് വന്നാലൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പോൾ അല്ല, ഒരു കാര്യം കൂടി പറയട്ടെ. ഇതൊക്കെ ഉടായിപ്പായിട്ട് കുറെ കാലമായിട്ട് നടക്കുന്നുള്ളതേ. പിന്നെ ജയരാജ് പറഞ്ഞ എന്താണ്, ഞാൻ അദ്ദേഹത്തെ അധ്യാപനം നടത്താൻ. അരുൺകുമാർ മുഴുവൻ മാധ്യമപ്രവർത്തനായപ്പോൾ താങ്കളുടെ ജോലി രാജിവെച്ചതിലേക്ക് വന്നയാളാണ്. എനിക്ക് ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ ജോലി രാജിവെച്ച് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളാണ് മുഴുവൻ സമയം. അദ്ദേഹത്തെ സംബന്ധിച്ചും ആകാം, അദ്ദേഹം രാജിവെച്ചിട്ട് ഇറക്കേണ്ടതേ. അദ്ദേഹം ഒരു അധ്യാപകൻ വന്നിരുന്ന ഇങ്ങനെ ഓരോ രാഷ്ട്രീയം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് അദ്ദേഹത്തെ എത്രത്തോളം ഇമ്പാർഷ്യലായി ഇടപെടാൻ കഴിയും. ഏതായാലും ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് ADGP-യെ ആ ചുമതലയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ജ്യോതി ഇവിടെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം. 14-ാം തീയതി മുതൽ ADGP ലീവിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 14-ാം തീയതി വരെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ADGP സ്വയം ലീവ് എടുത്ത് പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ഇരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാത്തിരിക്കുന്നത്. കാരണം ADGP-ക്കെതിരായി ഒരു നടപടി എടുക്കാനുള്ള ആർജവം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്നില്ല. അരുണേ, ADGP-ക്കെതിരെ എടുത്താൽ ADGP ഭൂതത്തെ തുറന്നുവിടും. PV അൻവറിനെതിരെ എന്തെങ്കിലും എടുത്താൽ PV അൻവർ ഭൂതത്തെ തുറന്നുവിടും. ഇത് രണ്ടും കഴിഞ്ഞിട്ട് P ശശിക്കെതിരെ ചെന്നാലോ P ശശി ഇതിനേക്കാൾ തീർക്കും, പിന്നെ ഭസ്മധൂളിയായി പോവും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇതിനൊന്നും തയ്യാറാകില്ല. പാർട്ടി എന്ത് പറഞ്ഞാലും, പാർട്ടി എത്ര ഭീഷണിപ്പെടുത്തിയാലും, മുന്നണി എത്ര ഭീഷണിപ്പെടുത്തിയാലും ഭൂതഗണങ്ങളുടെ പിടുത്തത്തിലാണോ ജയരാജ് ശിവനും പാപിയായിടും എന്നുള്ളതൊക്കെ കേൾക്കുന്നത് പോലെ? ഭൂതഗണങ്ങളുടെ ഇടയിലാണല്ലോ ശിവൻ. ഭൂതഗണങ്ങളുടെ പിടുത്തം എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഊഹാപോഹങ്ങളല്ലേ അരുൺ?
ഇതിങ്ങനെ എത്ര നാൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും? എത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കും? ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. അൻവർ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ശരി, എൻ പി ചെക്കുട്ടി, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് ഇന്റലിജൻസ് ADGP-യുമായി കൂടിക്കാഴ്ച നടത്തിയ മനോജ് എബ്രഹാമുമായി DGP-യും മനോജ് എബ്രഹാമും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിർണായകമായ തീരുമാനമെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ വൈകുന്നേരത്തോടുകൂടി അന്തിമ തീരുമാനമുണ്ടാവും. മറ്റന്നാളോ നാളെയോ മുഖ്യമന്ത്രി വിശദീകരിക്കും. അതോടുകൂടി താൽക്കാലികമായി ഈ നാടകത്തിന്റെ പര്യവസാനമാകുമോ എൻ പി ചെക്കുട്ടി? പക്ഷേ അപ്പോഴും PV അൻവർ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. PV അൻവർ രണ്ടാമത്തെ വിക്കറ്റും നാളെ വീഴ്ത്തുമോ എൻ പി ചെക്കുട്ടി? അല്ല, മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊരു വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടി പൊതുവിൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന പൊതുസമൂഹം കാര്യത്തിലൊരു ഒരു ബഹളത്തിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി പറയാത്തതാണ് ഇപ്പോഴുള്ള പ്രശ്നം. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ആ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി വലിയ തോതിൽ താഴോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിന് കാരണമാവുന്ന കാര്യങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. ഒരു പരിധിവരെ മുഖ്യമന്ത്രി തന്നെയാണ് അതിന് ഉത്തരവാദിയായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കുറെ കൂടി കർശനമായ നിലപാടിലേക്ക് പോകേണ്ടതായിട്ട്, ആക്ഷൻസിലേക്ക് പോകേണ്ടതായിട്ട് വരും. അദ്ദേഹം എന്ത് പറയുന്നു നോക്കാം. എന്തായാലും ശരി, ഇടതുപക്ഷത്തിന് വലിയ തോതിലുള്ള പരുക്കുണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് മാറാൻ അത്ര എളുപ്പമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ശരിയാണ്. നമുക്കിനി കാണാം. താങ്ക് യു എല്ലാ അതിഥികൾക്കും ചർച്ചയിൽ പങ്കെടുത്തതിന്. ജ്യോതികുമാർ ചമക്കാല, ജയരാജ്, NP ചെക്കുട്ടി, ഒപ്പം BG വിഷ്ണു.